വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് ടെക്നോളജി. HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെക്നോളജിയാണ് HTML, ദാറ്റ് ഈസ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് ഇതിനെ പരിചയപ്പെടാം. HTML എഡിറ്ററായിട്ട് നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള എഡിറ്റേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ വിൻഡോസിലാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നോട്ട് പാഡ് യൂസ് ചെയ്യാം അല്ലേ. വിൻഡോസിൽ നോട്ട് പാഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് എഡിറ്ററും നമുക്ക് യൂസ് ചെയ്യാം. എനി ടെക്സ്റ്റ് എഡിറ്റർ, ഏത് ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാം, HTML പേജ് ക്രിയേറ്റ് ചെയ്യാം. എനി ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ചാൽ നമുക്ക് HTML പേജ് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഉബണ്ടുവിലുള്ള ഒരു എഡിറ്ററാണ് ജീനി. ആ ജീനി എന്ന എഡിറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ വെബ് പേജ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ജീനി നമുക്കറിയാം. ആപ്ലിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് എന്ന സബ് മെനുവിനകത്ത് ജീനി എന്ന ഒരു എഡിറ്റർ ഉണ്ട്. ഈ എഡിറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ HTML പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് വെബ് ടെക്നോളജിയുടെ ആയിട്ട് ബന്ധപ്പെട്ട തിയററ്റിക്കൽ ആസ്പെക്റ്റുകളാണ്. ഇനി നമ്മൾ കറക്റ്റ് അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് കടന്നു പോവുകയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മളൊരു ഫയൽ ആദ്യം എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. ഫയലിൽ പോയിട്ട് സേവ് ആസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ എവിടെയാണോ വേണ്ടത് അവിടെ സേവ് ചെയ്യാം. അപ്പം ഞാൻ ഡെസ്ക്ടോപ്പിനകത്ത് വെബ് എന്നൊരു ഫോൾഡറിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഫോൾഡറിനകത്ത് ഈ വെബ് പേജ് സേവ് ചെയ്യുന്നു. അതിൽ സേവ് മൈ ഫസ്റ്റ് പേജ് ഡോട്ട് HTML എന്ന പേരിൽ സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കണ്ടോ, HTML എന്നുള്ള എക്സ്റ്റൻഷൻ കൊടുക്കണം. എന്താണ് HTML, അല്ലെങ്കിൽ HTM എന്ന് കൊടുത്താലും മതി. എക്സ്റ്റൻഷൻ എപ്പോഴും .htm അല്ലെങ്കിൽ HTML എന്ന് കൊടുക്കുക. ഓക്കെ, നമ്മൾ സേവ് ചെയ്തു. അങ്ങനെ സേവ് ചെയ്ത് തുടങ്ങാൻ ഒരു കാരണമുണ്ട്. ജീനി എന്ന എഡിറ്റർ HTML ചെയ്യാൻ മാത്രമല്ല ഉപയോഗിക്കുക. ജീനി എന്ന എഡിറ്റർ നമുക്ക് C++ പ്രോഗ്രാം ചെയ്യാം, PHP ചെയ്യാം, ജാവ പ്രോഗ്രാം ചെയ്യാം, CSS എഴുതാം, ജാവാസ്ക്രിപ്റ്റ് എഴുതാം. സോ പല ടൈപ്പ് പ്രോഗ്രാമുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എഡിറ്ററാണ് ഏത്, ജീനി. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് തുടങ്ങുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സ്റ്റൻഷൻ നോക്കിയിട്ടാണ് ഏത് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യണമെന്ന് ജീനി തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം HTML ആയതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഈ വെബ് പേജ് സേവ് ചെയ്യുമ്പോൾ നമ്മൾ .html എന്ന് കൊടുക്കും അല്ലേ. .html എന്ന് കൊടുക്കുമ്പോൾ ഈ ജീനി എന്ന എഡിറ്റർ മനസ്സിലാക്കും അത് ഉപയോഗിക്കേണ്ട എൻവയോൺമെൻറ്റ് HTML-ൻ്റേതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സെറ്റിങ്സ് ഒക്കെ ഓട്ടോമാറ്റിക് ജീനി ചെയ്യും. അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യേണ്ടത് C++ ചെയ്യുകയാണെങ്കിൽ .cpp എന്നുള്ള പേരിൽ സേവ് ചെയ്തിട്ട് ചെയ്യുക. HTML ആണ് സേവ് ചെയ്യുന്നതെങ്കിൽ ആദ്യം തന്നെ നമ്മളങ്ങ് സേവ് ചെയ്യുക ഫയൽ, എക്സ്റ്റൻഷൻ .html എന്ന് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മൾ നമ്മുടെ ഫസ്റ്റ് HTML പേജ് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, HTML ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കുക. HTML എന്ന് അടിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, രണ്ട് സെക്ഷൻ ഉണ്ട്. ഹെഡ് സെക്ഷൻ, ദെൻ ഒരു ബോഡി സെക്ഷൻ ഉണ്ട്. ഇത് ഓരോന്നും നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളിലൂടെ ഈ കോൺസെപ്റ്റ് നിങ്ങളെ മനസ്സിലേക്ക് ഇട്ട് തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഹെഡിനകത്ത് ഞാനൊരു ടൈറ്റിൽ കൊടുക്കും. മൈ ഫസ്റ്റ് പേജ് എന്നൊരു ടൈറ്റിലാണ് കൊടുക്കുന്നത്. മൈ ഫസ്റ്റ് പേജ് എന്ന ടൈറ്റിൽ കൊടുക്കുന്നു. ഓക്കെ, ഇത്രയും മാത്രം ചെയ്തു ഞാൻ. ഓക്കെ, എന്നിട്ട് ഞാനിത് റൺ ചെയ്യണം. ഞാനിത് വീണ്ടും എനിക്ക് എന്ത് ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യാം. അപ്പോൾ Ctrl+S എന്ന് പ്രസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഫയൽ മെനുവിൽ സേവ് കൊടുത്താൽ മതി. കീബോർഡിൽ Ctrl+S പ്രസ് ചെയ്താലും മതി. ഓക്കെ, സേവ് ചെയ്തു. ഇനി ഞാൻ റൺ ചെയ്യുന്നു. റൺ ചെയ്യാൻ ഞാനിതൊന്ന് മിനിമൈസ് ചെയ്യുന്നു. നമ്മൾ എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത്, നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് ഡെസ്ക്ടോപ്പിനകത്ത് വെബ് എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെസ്ക്ടോപ്പിനകത്ത് ഫോൾഡറിൻ്റെ പേര് വെബ്. എനിക്ക് തോന്നുന്നത് ഇവിടെ എവിടെയോ മറിഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് ചെറിയ സംശയം. ഈ ഫോൾഡറിനകത്താണ് സേവ് ചെയ്തിരിക്കുന്നത്. ഈ ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഈ ഫോൾഡർ ഓപ്പൺ ചെയ്തപ്പോൾ മൈ ഫസ്റ്റ് പേജ് .html ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് വരും. കണ്ടോ, എന്തെങ്കിലും കണ്ടൻറ്റ് ഇവിടെ ഉണ്ടോ? ഇല്ല, ഒരു കണ്ടൻറ്റ് വന്നില്ല. കാരണം കണ്ടൻറ്റ് ഒന്നും നമ്മൾ കൊടുത്തില്ല. നമ്മൾ ഇവിടെ ടൈറ്റിലായിട്ട് അല്ലേ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.
ടൈറ്റിൽ എന്നുള്ള സെക്ഷനിൽ മൈ ഫസ്റ്റ് പേജ് എന്ന് കൊടുത്തിരുന്നു അല്ലേ? അതാണ് ഇവിടെ ഈ കാണുന്നത്. കണ്ടോ, ഇവിടെ ഈ കാണുന്നത് മൈ ഫസ്റ്റ് പേജ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബ്രൗസറിൻ്റെ മുകളിൽ കാണുന്ന ടൈറ്റിലാണ് നമ്മൾ എവിടെ കൊടുക്കുക, ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വെബ് പേജിൻ്റെ അകത്ത് ബോഡിക്കകത്ത് കണ്ടൻറ്റ് ഒന്നുമില്ല. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ, ബോഡി. ഇതിനകത്ത് ഒരു കണ്ടൻറ്റും ഇല്ലാത്തത് കൊണ്ടാണ് ഒന്നും നമ്മുടെ ഈ സെക്ഷനിൽ, ഈ വൈറ്റ് ഏരിയയിൽ, ഇതാണ് ഇതിൻ്റെ കണ്ടൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ കോണ്ടൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ കോണ്ടൻറ്റ് ഏരിയനകത്ത് ഒന്നും ഇല്ല, നമ്മളൊന്നും പ്ലേസ് ചെയ്തില്ല. പ്യുവർ വൈറ്റ് അല്ലേ, ഒരു ഡേറ്റയും ഇല്ല, ഒരു ടെക്സ്റ്റും ഇല്ല, ഒരു ഗ്രാഫിക്സും ഇല്ല. റെഡി? സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് പേജ്. ഇനി ഫസ്റ്റ് പേജ് ഇതിനകത്ത് നമ്മൾ ഇഷ്ടമുള്ള കോണ്ടൻറ്റ് നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കാം, വെൽക്കം ടു HTML ടെക്നോളജി, വെൽക്കം ടു HTML ടെക്നോളജി എന്ന് കൊടുത്തു കഴിഞ്ഞു വെറുതെ. സോ ഇനി നമ്മളിത് ഇവിടെ പോയിട്ട് ബ്രൗസർ കണ്ടോ, ഇവിടെ വീണ്ടും ഇതിനെ റൺ ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് റൺ ചെയ്യാം. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ റൺ ചെയ്യും. വെൽക്കം ടു HTML ടെക്നോളജി വന്നു കഴിഞ്ഞല്ലോ. നമ്മളെവിടെ കൊടുത്തിരിക്കുന്നത് ഡാറ്റ ഇതാ, ഈ ബോഡിക്കകത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതേപോലെ വന്നു. ഇതെവിടെ വന്നു, ഇവിടെ വന്നു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വെബ് പേജ് റൺ ചെയ്യുക എവിടെയാണ്, ബ്രൗസറിനകത്താണ് നമ്മൾ വെബ് പേജ് റൺ ചെയ്യുക. ഈ റൺ ചെയ്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ക്രോം വെബ് ബ്രൗസറിനകത്താണ്, ക്രോമിനകത്താണ് അല്ലേ, ഗൂഗിൾ ക്രോമിനകത്താണ് നമ്മൾ വെബ് പേജ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഒരു വെബ് പേജ് എവിടെയാണ് റൺ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം, വെബ് പേജ് റൺ ചെയ്യുക ബ്രൗസറിനകത്താണ് റൺ ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത്, ഇതാ ഈ വെബ് ഡെസ്ക്ടോപ്പിനകത്ത്, വെബ് എന്ന ഫോൾഡറിനകത്ത് ഇവിടെ സേവ് ചെയ്തു. ഇവിടെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്, ഇവിടെ ഈ പേജ് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് ഏതിനകത്താണ് റൺ ചെയ്യുക, ബ്രൗസറിനകത്ത് അത് ഓപ്പൺ ചെയ്ത് വരും. ഡബിൾ ക്ലിക്ക് ചെയ്തു, ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്ത് വന്നു. ശരിയല്ലേ? നമ്മൾ ക്ലോസ് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ പേജിലേക്ക് തിരിച്ചു പോകുന്നു. ഇനി വേണമെങ്കിൽ ഇതിന് ഈ വെബ് പേജ് നമുക്ക് കളറൊക്കെ കൊടുക്കാം. BG കളർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ BG കളർ ഈസ് ഈക്വൽ ടു, ഞാൻ എന്ത് കൊടുത്തു, റെഡ് എന്ന് കൊടുത്തു. റെഡ് എന്ന് കൊടുത്തു. അപ്പോൾ നമ്മുടെ പേജ് എങ്ങനെ ഇരിക്കും, വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, വെബ് പേജിനകത്ത് ഓപ്പൺ ചെയ്യുന്നു, കണ്ടോ റെഡ് കളറിൽ വന്നു. ഓക്കെ, ക്ലോസ് ചെയ്തു. ഇനി എനിക്ക് വീണ്ടും ഞാൻ അതിനെ എഡിറ്റ് ചെയ്യുന്നു. എനിക്ക് BG കളർ ഞാൻ ഇതിനെ ബ്ലാക്ക് ആക്കി, ബ്ലാക്ക് എന്ന് കൊടുത്തു അല്ലേ. ഞാൻ വീണ്ടും വെബ് പേജ് റൺ ചെയ്യുന്നു, കേട്ടോ മൊത്തം ബ്ലാക്കായി. വെൽക്കം ടു HTML ടെക്നോളജി എന്ന് കാണുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ, ഫോർഗ്രൗണ്ട് കളറും ബ്ലാക്കാണ്, ബാക്ക്ഗ്രൗണ്ട് കളറും ബ്ലാക്കാണ്. ബ്ലാക്കിൽ നമ്മൾ ബ്ലാക്ക് കൊണ്ട് എന്ത് എഴുതിയാലും ഇറ്റ് വിൽ നോട്ട് ബി വിസിബിൾ ആക്ച്വലി, കാണാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഫോർഗ്രൗണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആക്കി, ഫോർഗ്രൗണ്ട് കളർ മാറ്റുക. ഫോർഗ്രൗണ്ട് കളർ പറഞ്ഞാൽ ടെക്സ്റ്റ് കളർ, ഇപ്പോൾ ടെക്സ്റ്റ് എന്ന് കൊടുത്താൽ മതി. ടെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യാൻ ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു എന്താണ് വേണ്ടത്, യെല്ലോ ആണെങ്കിൽ യെല്ലോ എന്ന് കൊടുക്കുക. സേവ് ചെയ്തു, വീണ്ടും ഞാൻ ഇവിടെ വരുന്നു, നമ്മുടെ പേജിൻ്റെ അടുത്തേക്ക് വരുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുന്നു. സോ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടായി, ഫോർഗ്രൗണ്ട് ടെക്സ്റ്റ് കളർ എന്തായി, യെല്ലോ കളറായി അല്ലേ. ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഒരു വെബ് പേജ്, ബേസിക് വെബ് പേജാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ബേസിക് ആയിട്ടുള്ള വെബ് പേജാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വെബ് പേജ് ഈ കോഡാണ്, ശ്രദ്ധിക്കുക, ഈ കൊടുത്തിരിക്കുന്ന ഈ കോഡാണ് ഈ വെബ് പേജ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈ വെബ് പേജിനകത്ത് നമ്മൾ പറഞ്ഞു ബാക്ക്ഗ്രൗണ്ട് കളർ BG കളർ ഈക്വൽ ടു ബ്ലാക്ക് എന്ന് കൊടുത്തപ്പോൾ ബ്രൗസർ എന്ത് ചെയ്തു, ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ആ പറഞ്ഞ കളറിലേക്ക് സെറ്റ് ചെയ്തു അല്ലേ. അതുപോലെ ടെക്സ്റ്റ് ഈക്വൽ ടു യെല്ലോ എന്ന് കൊടുത്തപ്പോൾ ബ്രൗസർ എന്ത് ചെയ്തു, ഈ കമാൻഡ് നോക്കിയിട്ട് ടെക്സ്റ്റ് യെല്ലോ ആക്കണം എന്ന് പറഞ്ഞപ്പോൾ ബ്രൗസർ എന്ത് ചെയ്തു, ഈ കളറിനെ, ഈ ടെക്സ്റ്റിൻ്റെ കളറിനെ യെല്ലോ ആക്കി. സോ ആരാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ബ്രൗസറാണ് ചെയ്യുന്നത്. ബ്രൗസർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ എന്താണോ കമാൻഡിൽ കൊടുത്തിരിക്കുന്നത്, ഈ HTML ഫയലിനകത്ത് നമ്മൾ എന്തൊക്കെ കമാൻഡുകളാണോ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, ബ്രൗസർ ഈ ഡേറ്റയെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. മനസ്സിലായല്ലോ. സോ ബ്രൗസറാണ് നമ്മുടെ HTMLനെ റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഒന്നാമത്തേത് നമ്മൾ പഠിച്ചത് HTML എന്നത്, ശ്രദ്ധിക്കുക, HTMLൻ്റെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ്
മാർക്കപ്പ് ലാംഗ്വേജ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലേ. ദെൻ പിന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് HTML പേജിൻ്റെ എക്സ്റ്റൻഷൻ HTML പേജിൻ്റെ എക്സ്റ്റൻഷൻ സേവ് ചെയ്യുമ്പോൾ എന്ത് പേരിൽ സേവ് ചെയ്യണം? .htm അല്ലെങ്കിൽ .html എന്ന എക്സ്റ്റൻഷൻ സേവ് ചെയ്യണം. ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് പറയാം? മൈ പേജ് .htm എന്ന പേരിൽ സേവ് ചെയ്യാം, അല്ലെങ്കിൽ മൈ പേജ് .html എന്ന പേരിലും സേവ് ചെയ്യാം. എക്സ്റ്റൻഷൻ എന്തായിരിക്കണം? എക്സ്റ്റൻഷൻ ഷുഡ് ബി ഐദർ .htm അല്ലെങ്കിൽ .html. ഓക്കെ. പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇത് റൺ ചെയ്യുക, വെബ് പേജ് റൺ ചെയ്യുന്നത് എവിടെയാണ്? വെബ് പേജ് അല്ലെങ്കിൽ HTML പേജ് റൺ ചെയ്യുന്നത് എവിടെയാണ്? റൺ ചെയ്യുന്നത് എന്തിനകത്താണ്? ബ്രൗസറിനകത്താണ് റൺ ചെയ്യുക. ബ്രൗസറിനകത്താണ് വെബ് പേജ് റൺ ചെയ്യുക. മറ്റൊരു കാര്യം പറഞ്ഞത് എഡിറ്ററായിട്ട് എന്ത് യൂസ് ചെയ്യാം? HTML എഡിറ്ററായിട്ട് എന്ത് യൂസ് ചെയ്യാം? HTML എഡിറ്ററായിട്ട് നമുക്ക് എനി ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്യാം. ഏത് ടെക്സ്റ്റ് എഡിറ്ററും യൂസ് ചെയ്യാം. അത് നമുക്ക് എന്താവാം? നോട്ട് പാഡ് ആവാം, അതല്ല നോട്ട് പാഡ് ആവാം, ജീനി ആവാം, അങ്ങനെയുള്ള ഏത് ടെക്സ്റ്റ് എഡിറ്ററും യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു, HTML പേജ് റൺ ചെയ്യുന്നത് പേജ് റൺസ് ഇൻ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞു. വെബ് ബ്രൗസർ എന്ത് ചെയ്യുന്നു? നമ്മൾ കൊടുക്കുന്ന HTML കമാൻഡ്സ് എന്താണെന്ന് നമ്മൾ വിശദമായിട്ട് പറയും. HTML കമാൻഡ്സ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് അല്ല, ഇങ്ങനെ എഴുതാം. ബ്രൗസർ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ബ്രൗസർ ഇൻ്റർപ്രറ്റ്സ് HTML commands and displays page accordingly. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, വെബ് ബ്രൗസറാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന HTMLലുള്ള കമാൻഡ്സിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. HTML കമാൻഡ്സിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ആരാണ്? ബ്രൗസറാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ കമാൻഡ്സ് നോക്കിയിട്ട് അതിൽ പറയുന്ന പോലെ കണ്ടൻറ്റ് എന്ത് ചെയ്യുന്നു? കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നു. സോ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താണ്? ബ്രൗസർ എന്ത് ചെയ്യുന്നു? ബ്രൗസർ ഇൻ്റർപ്രറ്റ്സ് HTML കമാൻഡ്സ് ആൻഡ് ഡിസ്പ്ലേസ് പേജ് അക്കോർഡിംഗ്ലി. ഓക്കെ ആണല്ലോ? സോ ഡൺ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ. ഇതുവരെ ഞാൻ ഈ വെബ് പേജ് റൺ ചെയ്തിരുന്നത് എങ്ങനെയാണ്? നമ്മൾ ഏത് ഫോൾഡറിലാണോ സേവ് ചെയ്തിരുന്നത് ആ ഫോൾഡറിൽ വരുന്നു, പേജ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, അപ്പോൾ ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് വരുന്നു. ഇങ്ങനെയാണ് റൺ ചെയ്തത്. ഇനി മുതൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുന്നില്ല, മറിച്ച് നമുക്ക് ഈ ജീനി തന്നെ റൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ബിൽഡിനകത്ത് പോയിട്ട് എക്സിക്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ജീനി തന്നെ എന്ത് ചെയ്യും? ബ്രൗസറിൽ വെബ് പേജ് ഓപ്പൺ ചെയ്യും. നേരത്തെ ഞാൻ ഇങ്ങനെ ചെയ്യാതിരുന്നത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് HTML പേജ് ശരിക്കും റൺ ചെയ്യുന്നത് എവിടെയാണ്? ജീനിക്കകത്തോ നോട്ട് പാഡിനകത്തോ ഒന്നും അല്ല റൺ ചെയ്യുന്നത്, ബ്രൗസറിനകത്താണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എന്ത് ചെയ്തത്? എവിടെയാണോ സേവ് ചെയ്തത് അവിടെ പോയിട്ട് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, വെബ് പേജ് എന്ത് ചെയ്യുന്നു? വെബ് പേജ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഗൂഗിൾ ക്രോമിനകത്ത്. പക്ഷേ ജീനി ഓട്ടോമാറ്റിക്കായിട്ട് എളുപ്പത്തിൽ റൺ ചെയ്യാനൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിൽഡ് എന്ന മെനുവിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സിക്യൂട്ട് അല്ലെങ്കിൽ F5 എന്നുള്ള കീബോർഡിൽ നിന്ന് പ്രസ് ചെയ്താലുണ്ട്, F5 അല്ലെങ്കിൽ എക്സിക്യൂട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോണ്ടൻറ്റ്, ഈ HTML പേജിൻ്റെ കോണ്ടൻറ്റ് എവിടെ ഡിസ്പ്ലേ ചെയ്യും? ബ്രൗസറിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. കണ്ടോ? സോ ഇനി മുതൽ നമ്മൾ ഇങ്ങനെയായിരിക്കും റൺ ചെയ്യുക. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് നോക്കാം.
ഓക്കെ, നമ്മൾ നമ്മുടെ ഓക്കെ ഫൈൻ, ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു? HTML എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ HTML-അകത്ത് എന്താണ് ഉണ്ടായിരിക്കുക? അപ്പോൾ ഒരു HTML ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു HTML ഡോക്യുമെൻ്റ് എന്ന് നോക്കാം. വാട്ട്സ് എൻ HTML ഡോക്യുമെൻ്റ്? സോ ദിസ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഡോക്യുമെൻ്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ ബേസിക്കലി ഒരു HTML ഡോക്യുമെൻ്റ് എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. നമുക്ക് ജനറലി സ്പീക്കിംഗ് വി ക്യാൻ സേ an HTML document contains a set of commands called tags. So you can write an HTML document contains what? A set of commands called tags. എന്താ വിളിക്കുക? ടാഗ് എന്ന് വിളിക്കും. HTML ഡോക്യുമെൻറ്റിൽ കുറേ കമാൻഡ്സ് ആണുള്ളത്. ആ കമാൻഡ്സിനെ നമ്മൾ ടാഗ്സ് എന്ന് വിളിക്കും. So you can write. So what is an HTML document? An HTML document contains a set of commands called tags. അപ്പോൾ HTML ഡോക്യുമെൻറ്റിനകത്ത് എന്താണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it contains a set of commands or tags. HTML ഡോക്യുമെൻറ്റ് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ടാഗ്സ്. ഈ ടാഗിനെ നമുക്ക് വേണമെങ്കിൽ കമാൻഡ് എന്ന് പറയാം. കമാൻഡ്സ്. ഓക്കെ, സോ അപ്പോൾ മറ്റേ ഒരു ചോദ്യം, വാട്ട്സ് എൻ HTML ടാഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? HTML ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? HTML ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു ക്യാൻ സേ HTML tags are commands. ചില കമാൻഡുകളാണ് യൂസ്ഡ് ടു ഗിവ് വെബ് ബ്രൗസർ യൂസ്ഡ് ടു ഗീവ് വെബ് ബ്രൗസർ. HTML കമാൻഡ്സ് എന്ന് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HTML ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടാഗ്സ് എന്ന് പറഞ്ഞാൽ കമാൻഡ്സ് ആണ്. ആ കമാൻഡ്സ് ആർക്ക് കൊടുക്കുന്ന കമാൻഡ്സ് ആണ്? വെബ് ബ്രൗസറിന് കൊടുക്കുന്ന കമാൻഡ്സ് ആണ്. ഓക്കെ, എന്നിട്ട് എന്ത് പറയാം? വെബ് ബ്രൗസർ ഡിസ്പ്ലേസ് the page according to the tags in bracket you can say commands. വെബ് ബ്രൗസർ എന്താ ചെയ്യുന്നത്? വെബ് ബ്രൗസർ ഡിസ്പ്ലേസ് ദ പേജ് ഡിസ്പ്ലേ ചെയ്യുന്നു അക്കോർഡിംഗ് ടു ദ ടാഗ് അഥവാ കമാൻഡ്സ്. എന്താ കമാൻഡ്സ് ആണോ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും വെബ് ബ്രൗസർ ആ പേജിനെ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ സംഭവം. എത്രയേ ഉള്ളൂ. നമ്മൾ എന്താണോ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഈ കൊടുത്തിരിക്കുന്ന കമാൻഡ്സ്, ഇതിനെയാണ് നമ്മൾ ടാഗുകൾ എന്ന് പറയുന്നത്. HTML ഹെഡ്, ടൈറ്റിൽ, ഓക്കെ, ടൈറ്റിൽ, /ടൈറ്റിൽ, ഹെഡ്, ബോഡി, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാഗുകൾ എന്ന് പറയുന്നത്. ഈ ടാഗൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ആംഗിൾ ബ്രേക്കറ്റിനകത്താണ് കൊടുത്തിരിക്കുന്നത്. HTML എന്ന കമാൻഡ് ഒരു ആംഗിൾ ബ്രേക്കറ്റിനകത്താണ്, ഹെഡ് കമാൻഡ് ആംഗിൾ ബ്രേക്കറ്റിനകത്താണ്, ടൈറ്റിൽ ആംഗിൾ ബ്രേക്കറ്റ്, ബോഡി ആംഗിൾ ബ്രേക്കറ്റിനകത്താണ്. ഓക്കെ, സോ എവറി HTML command or every tag, you can say every I'll change the color. Every tag is placed inside angle brackets ബ്രേക്കറ്റിൽ എഴുതുക this and this. ഓക്കെ, ഈ രണ്ട് ആംഗിൾ ബ്രേക്കറ്റിനകത്താണ് എല്ലാ കമാൻഡ്സും നമ്മൾ കൊടുത്തിരിക്കുക.
ഈ 2 ആംഗിൾ ബ്രേക്കറ്റിനകത്താണ് എല്ലാ കമാൻഡ്സും നമ്മൾ കൊടുത്തിരിക്കുക. ഉദാഹരണമായിട്ട് HTML, മറ്റൊരു എക്സാമ്പിളാണ് ബോഡി. ഓക്കെ, ഇതൊക്കെ എക്സാമ്പിൾസ്. ഓക്കെ ആണല്ലോ. നൗ ഇപ്പോൾ എന്താണ് വെബ് പേജ് എന്ന് മനസ്സിലായില്ലേ? ഈ കാണുന്ന സംഭവമാണ് HTML കമാൻഡ്സ് അല്ലെങ്കിൽ വെബ് പേജ്. വെബ് പേജാണ് നമ്മളെങ്ങനെ കാണുന്നത്, ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് കാണും. ഇനി നമുക്ക് ഇതിൻ്റെ ഞാൻ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചില പുതിയ കമാൻഡ്സ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതൊക്കെ നമ്മൾ വിശദമായിട്ട് ഓരോന്നും ചർച്ച ചെയ്യും. ഞാൻ ഇതിനകത്തൊരു ഇമേജ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇമേജ്, ഈ കമാൻഡ്സൊക്കെ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എന്താണ് HTML പേജ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങളെ മനസ്സിലേക്ക് ഇട്ട് തരാനാണ് കുറേ സംഭവങ്ങൾ ഇപ്പോൾ പറയുന്നത്. ഓക്കെ, നമ്മൾ ഇതിനകത്തൊരു ഇമേജ് പ്ലേസ് ചെയ്യുന്നു. അതിൽ സേ IMG SRC ഈസ് ഈക്വൽ ടു ഇങ്ങനെ കൊടുത്തു. ഇതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ഏത് ഇമേജാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതിൻ്റെ ആ ഇമേജിൻ്റെ പേര് ഇവിടെ കൊടുക്കണം. ഉദാഹരണമായിട്ട് നമുക്ക് നമ്മുടെ ഫോൾഡറിലേക്ക് പോവാം. ഇവിടെ ഒരു ഇമേജ് ഉണ്ട്, ബാക്ക് വാട്ടേഴ്സ് എന്നുള്ളൊരു ഇമേജ് ഉണ്ട്. ഞാൻ ഇതിനെ ജസ്റ്റ് ഇമേജിനെ കോപ്പി ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടിയിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഇമേജിൻ്റെ പേര് ഇവിടുന്ന് കോപ്പി ചെയ്തെടുത്തു. ഇമേജിൻ്റെ പേര് കോപ്പി ചെയ്തെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഞാൻ ഏത് ഇമേജാണ് വേണ്ടത് ഇവിടെ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് IMG ടാഗ് ഒരു കമാൻഡാണ്, ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യണം. ആ ഇമേജിൻ്റെ സോഴ്സ് എവിടെയാണ്, അതായത് ആ ഇമേജിൻ്റെ പേരെന്താണ്, backwaters.jpg എന്ന ഫയൽ. ഇത് സേവ് ചെയ്തു, ഈ കമാൻഡ് എഴുതി കഴിഞ്ഞു. ഇനി ഈ പേജ് റൺ ചെയ്യുകയാണ്. നമ്മൾ ബിൽഡിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാക്കണ്ടോ, ആ ഇമേജ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ ഈ കമാൻഡ് കണ്ടിട്ട് IMG എന്ന കമാൻഡ് കണ്ടപ്പോൾ ബ്രൗസർ ചെക്ക് ചെയ്തു ഏത് ഇമേജാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. SRC എന്ന ഈ ആട്രിബ്യൂട്ടിനകത്ത് കൊടുത്തിരിക്കുന്ന backwaters.jpg എന്ന ഇമേജ് ഡിസ്പ്ലേ ചെയ്യണം. ബ്രൗസർ എന്ത് ചെയ്തു, ഈ കമാൻഡ് കണ്ടപ്പം ബ്രൗസർ ആ പെർട്ടിക്കുലർ ഇമേജ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആ ഇമേജിൻ്റെ കോണ്ടൻറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഡൺ. സോ ദിസ് ഈസ് ഹൗ വി ക്രിയേറ്റ് എ വെബ് പേജ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ബേസിക്സിലേക്ക് പോകുന്നു. ഓക്കെ, ബേസിക്സിലേക്ക് പോകുന്നു. വീണ്ടും നമ്മൾ തിയറി പാർട്ടിലേക്ക് പോകുന്നു. ലെറ്റ് us see. Okay, so we know what's a HTML document. HTML document contains a set of HTML tags. A set of HTML tags ആണ് ഉള്ളത്. ഓരോ HTML ടാഗും HTML ടാഗാണ് HTML ഡോക്യുമെൻറ്റിനകത്തുള്ളത് അല്ലേ. HTML ഡോക്യുമെൻറ്റിനകത്തുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ HTML ടാഗ്സ് ആണ്. HTML ടാഗ് എന്താണെന്ന് പറഞ്ഞാൽ HTML ടാഗ് കമാൻഡ്സ് ആണ്. എന്താണ്, കമാൻഡ്സ് ആണ്. ഈ കമാൻഡ് നോക്കിയിട്ടാണ് ബ്രൗസർ എന്ത് ചെയ്യുക, ഈ കമാൻഡ്സ് നോക്കിയിട്ടാണ് ബ്രൗസർ നമ്മുടെ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഫൈൻ. നൗ ഇനി ഒരു HTML പേജിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്താണ് ബേസിക് സ്ട്രക്ചർ ഓഫ് എൻ HTML ഡോക്യുമെൻറ്റ്. ഒരു HTML ഡോക്യുമെൻ്റ് ബേസിക് സ്ട്രക്ചർ, അതിൻ്റെ ഹെഡ് HTML എന്നുള്ളൊരു സ്റ്റാർട്ടിംഗ് ടാഗ് ഉണ്ടാവും, എൻഡിങ് ടാഗ് ഉണ്ടാവും. ഇതിനകത്താണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പ്ലേസ് ചെയ്യുക. ഓക്കെ, ദെൻ 2 സെക്ഷൻ ഉണ്ടാവും. ഒരു ഹെഡ് സെക്ഷൻ ഉണ്ടാവും, 2 സെക്ഷൻ ഉണ്ടാവും. എന്താണ്, ഒരു ഹെഡ് സെക്ഷൻ ഉണ്ടാവും, ദെൻ ഒരു ബോഡി സെക്ഷൻ ഉണ്ടാവും. ഹെഡ് സെക്ഷനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ പ്ലേസ് ചെയ്യുന്നു, ബോഡി സെക്ഷനകത്ത് നമ്മൾ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, സോ വി ക്യാൻ സേ HTML ൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ബേസിക് സ്ട്രക്ചർ ഓഫ് HTML പേജ് എന്ന് പറഞ്ഞാൽ, ബേസിക് സ്ട്രക്ചർ ഓഫ് HTML പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കണം. അതായത് HTML ഡോക്യുമെൻറ്റിൻ്റെ ബേസിക് സ്ട്രക്ചർ will start with HTML tag and end with /HTML tag. എന്നിട്ട് അതിനകത്ത് 2 സെക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് സെക്ഷനെ നമ്മൾ ഹെഡ് എന്ന് വിളിക്കും. ഫസ്റ്റ് സെക്ഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഹെഡ് എന്ന് വിളിക്കുന്നു. എന്നിട്ട് ഇവിടെ ചില കാര്യങ്ങൾ കൊടുക്കുന്നു, എന്നിട്ട് ഹെഡ് ക്ലോസ് ചെയ്യുന്നു. സെക്കൻഡ് സെക്ഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു, സെക്കൻഡ് സെക്ഷനെ വി കോൾ ബോഡി എന്ന് വിളിക്കുന്നു. എന്താണ് സെക്കൻഡ് സെക്ഷൻ, ബോഡി. എന്നിട്ട് ബോഡിക്കകത്ത് കുറേ കാര്യങ്ങൾ കൊടുക്കുന്നു, ബോഡി ക്ലോസ് ചെയ്യുന്നു, /body. So we can say, what we can say,
HTMLൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു HTML ടാഗിൽ സ്റ്റാർട്ട് ചെയ്യും, /HTML ടാഗിൽ അവസാനിക്കും. അതിനകത്ത് നമുക്ക് 2 സെക്ഷൻ ഉണ്ട്. വൺ ഈസ് ഹെഡ് സെക്ഷൻ, ദ അതർ വൺ ഈസ് ബോഡി സെക്ഷൻ. ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് എഴുതിയെടുക്കാം. ബേസിക് സ്ട്രക്ചർ ഓഫ് HTML document. Basic structure. So I will write within HTML, right? We'll write within HTML everything, starting HTML, ending /HTML. അതിനകത്ത് 2 സെക്ഷൻ ഉണ്ട്. ഫസ്റ്റ് സെക്ഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഹെഡ് സെക്ഷൻ എന്ന് വിളിക്കുന്നു. ഹെഡ് സെക്ഷൻ എന്ന് വിളിക്കുന്നു. സെക്കൻഡ് പാർട്ടിനെ നമ്മൾ ബോഡി സെക്ഷൻ എന്ന് വിളിക്കുന്നു. ഹെഡ് സെക്ഷൻ കണ്ടോ, ഹെഡ് എന്ന ടാഗിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ /ഹെഡ് ഉണ്ട്, ഇവിടെ /ഹെഡ് ഉണ്ട്, /ഹെഡ്. ശ്രദ്ധിക്കുക, ഇവിടെ /ഹെഡ്. അതുപോലെ ബോഡി ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്നു, /ബോഡിയിൽ എൻഡ് ചെയ്യുന്നു. HTML ടാഗിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, /HTML എൻഡ് ചെയ്യുന്നു. സോ ദിസ് ഇസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് HTML ഡോക്യുമെൻറ്റ്. ഇനി നമ്മൾ അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാമ്പിളിലേക്ക് വരികയാണെങ്കിൽ ഇതാ നമുക്കൊന്ന് നോക്കാം. രണ്ടാമത് എഴുതി നോക്കാം. വിൽ സ്റ്റാർട്ട് വിത്ത് HTML. ഇതിന് രണ്ടിനടുത്ത് ഫസ്റ്റ് സെക്ഷൻ നമ്മൾ പറയുന്നത് ഹെഡ് സെക്ഷനാണ്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബോഡി സെക്ഷനാണ്. ഓക്കെ, ഹെഡ് സെക്ഷനകത്ത് ഇങ്ങനെ 2 സെക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ഹെഡ് സെക്ഷനകത്ത് നമ്മൾ പ്രധാനപ്പെട്ടൊരു കാര്യം ടൈറ്റിൽ കൊടുക്കും. ടൈറ്റിൽ പ്രൊവൈഡ് ചെയ്യും. വെബ് പേജിൻ്റെ ടൈറ്റിൽ എഴുതുക ഹെഡ് സെക്ഷനകത്താണ്. ഇവിടെ മൈ പേജ് എന്ന് കൊടുത്തു. ഓക്കെ, ബോഡി സെക്ഷനകത്താണ് നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ കോണ്ടൻറ്റും, വെബ് പേജിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട കോണ്ടൻറ്റും കൊടുക്കുന്നത് ബോഡി സെക്ഷനകത്താണ്. വെൽക്കം ടു HTML. എന്നിട്ട് വേണമെങ്കിൽ ഇവിടെ ഇമേജ് വേണമെങ്കിൽ IMG SRC = അങ്ങനെ എല്ലാ വെബ് പേജിൽ കാണുന്ന എല്ലാ സംഭവവും കാണുന്നത് ഈ കമാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ്. ഈ ബോഡി സെക്ഷനകത്താണ്, ബോഡി സെക്ഷൻ. ഇപ്പോൾ നമ്മൾ ബാക്ക് വാട്ടേഴ്സ് .jpeg. ഓക്കെ, ഇനി ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെബ് പേജ് അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മുടെ ഇമേജ് ഡിസ്പ്ലേ ചെയ്തില്ല അല്ലേ? ഇമേജ് ഡിസ്പ്ലേ ചെയ്യാത്തതിന് കാരണം അതിൻ്റെ പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആയിരിക്കില്ല. സോ backwaters.jpg എന്നാണ്, ഞാൻ JPEG എന്ന് കൊടുത്തു കഴിഞ്ഞു. സോ JPG, സോ ഡിസ്പ്ലേ. ഓക്കെ, ഇനി ഇതിൻ്റെ ചില ആട്രിബ്യൂട്ട്സ് ഒക്കെ ചേഞ്ച് ചെയ്യും, അത് നമുക്ക് വിശദമായിട്ട് പിന്നെ പറയാം. സോ വി സ്റ്റാർട്ടഡ് വിത്ത് HTML അല്ലേ, എൻഡഡ് വിത്ത് /HTML. ശരിയല്ലേ? ഒരു ഹെഡ് സെക്ഷനുണ്ട്, ഒരു ബോഡി സെക്ഷനുണ്ട്. ഹെഡ് സെക്ഷനകത്ത് നമ്മൾ വളരെ ചെറിയ ചില കാര്യങ്ങൾ കൊടുക്കുന്നു. ടൈറ്റിൽ കൊടുക്കുന്നു, പിന്നെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, സ്റ്റൈൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. ബോഡി സെക്ഷനകത്താണ് എന്ത് നമ്മൾ കൊടുക്കാം, പിന്നെ പ്രധാനപ്പെട്ട ഈ വെബ് പേജിൽ എന്തൊക്കെയാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, വെബ് പേജിൻ്റെ ഈ പാർട്ടിൽ നമ്മൾ എന്തൊക്കെയാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് മൊത്തം കൊടുത്തിരിക്കേണ്ടത് ബോഡി സെക്ഷനകത്താണ്, ബോഡിക്കകത്താണ്. ഇവിടെ എന്ത് കൊടുക്കുന്നു അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എൻ HTML പേജ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് എന്താ പറയുക, അപ്പോൾ നമുക്ക് എന്താണ് ബേസിക് സ്ട്രക്ചർ? അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെക്കുക. ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആദ്യം ഈ ബേസിക് സ്ട്രക്ചർ ഇതുപോലെ എഴുതി വെക്കുക. ഓക്കെ, അതിനുശേഷം എന്ത് പറയുക, ഒരു എക്സാമ്പിൾ ഇതുപോലെ എഴുതാം. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ എഴുതാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. നോട്ട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സ് എഴുതണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കൊടുക്കാം, നമുക്ക് പറയാം. നോട്ട്സായിട്ട് നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതാം. എന്തെഴുതാം? an HTML document starts with HTML command and ends with /HTML command.
ഫോർ ടാഗ്. കമാൻഡിന് വേണമെങ്കിൽ നമ്മൾ ടാഗ് എന്നും പറയാം കേട്ടോ. ടാഗ് അതാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഓക്കെ. An HTML document has two sections. എന്നിട്ട് എഴുതുക head section and body section. ഇത്രയേ ഉള്ളൂ. എന്നാൽ നെക്സ്റ്റ് എന്താണ് നമ്മൾ പറയേണ്ടത്? എന്താണ് ഹെഡ് സെക്ഷൻ, എന്തൊക്കെയാണ് ബോഡി സെക്ഷനിൽ ഉണ്ടായിരിക്കും? ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എഴുതുക ഹെഡ് സെക്ഷൻ ക്യാൻ കണ്ടെയ്ൻ ടൈറ്റിൽ, സ്ക്രിപ്റ്റ്സ്. എന്താണ് സ്ക്രിപ്റ്റ്? നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ജാവാ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ചല്ലേ. അതേപോലെ സ്ക്രിപ്റ്റ്സ്, സ്റ്റൈൽസ് എറ്റ്സെട്ര. സ്റ്റൈൽ എന്താന്ന് പറഞ്ഞാൽ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞാൽ CSS നമ്മൾ പഠിക്കാണ്ട്. അതൊരു ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മൾ അതാണ് പഠിക്കുന്നത്, സ്റ്റൈൽസ്. അപ്പോൾ എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ. സോ ഹെഡ് സെക്ഷനകത്ത് എന്തൊക്കെ ഉണ്ടാവുക? ഹെഡ് സെക്ഷൻ ക്യാൻ കണ്ടെയ്ൻ ടൈറ്റിൽ, ദെൻ സ്ക്രിപ്റ്റ്, ദെൻ വാട്ട്, സ്റ്റൈൽസ്. ഇത്രയാണ് ഹെഡ് സെക്ഷനകത്ത് ഉണ്ടാവുക. ഓക്കെ. നൗ എന്തൊക്കെയാണ് ബോഡി സെക്ഷനകത്ത് ഉണ്ടാവുക? ബോഡി സെക്ഷൻ contains the actual content of the web page. Like text, image, comma, video, etc. സോ ബോഡി സെക്ഷനകത്താണ് ശരിക്കും നമ്മൾ എന്താണ് വെബ് പേജിനകത്ത് വേണ്ടത്. ഒരു വെബ് പേജിനകത്ത് എന്താ ഉണ്ടാവുക? പിന്നെ ടെക്സ്റ്റ് ഉണ്ടാവും, ഇമേജസ് ഉണ്ടാവും, വീഡിയോ ഉണ്ടാവും. ഇതെല്ലാം പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ്? ബോഡി സെക്ഷനകത്താണ്. എവിടെയാണ്? ബോഡി സെക്ഷനകത്താണ്. ഓക്കെ, റെഡിയാണല്ലോ. നൗ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. ടാഗ്സ് ഇൻ HTML ഡോക്യുമെൻറ്റ്. HTML ഡോക്യുമെൻറ്റിനകത്ത് കുറേ ടാഗുകളാണ് ഉണ്ടാവുക നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. HTML ഡോക്യുമെൻറ്റിനകത്ത് HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സേ എ സെറ്റ് ഓഫ് ടാഗ്സ് എന്ന് പറയാം. എ സെറ്റ് ഓഫ് ടാഗ്സ്, അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം? എ സെറ്റ് ഓഫ് കമാൻഡ്സ്. കുറേ കമാൻഡുകളാണ്. അതിനെ നമ്മളെന്ത് വിളിക്കും? കമാൻഡുകളെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? ടാഗുകളെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ടാഗുകൾ ഏതൊക്കെയാണ്? നമ്മൾ ഏതൊക്കെ ടാഗ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു? നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ടാഗാണ് HTML എന്നുള്ള ടാഗ്. അതൊക്കെ വിശദമായിട്ട് നമ്മൾ ഇനിയും പഠിക്കും. ഇതൊരു ടാഗാണ്. ഹെഡ് എന്നുള്ളതൊരു ടാഗാണ് അല്ലേ. ടൈറ്റിൽ എന്നുള്ളതൊരു ടാഗാണ് അല്ലേ. അപ്പോൾ ഈ ഓരോ ടാഗുകളെയും നമ്മൾ വിശദമായിട്ട് പരിചയപ്പെടാൻ പോവുകയാണ്. HTML-ലെ മിക്ക ടാഗുകളും ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ. ഡിസ്കസ് ചെയ്യാണ്. ടാഗ്സ് ഇൻ HTML എഴുതിക്കോ. സബ് ഹെഡിങ് യു ക്യാൻ റൈറ്റ് ടാഗ്സ് ഇൻ HTML. HTML ടാഗിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. വൺ ഈസ് കോൾഡ് കണ്ടെയ്നർ ടാഗ്, ദ അതർ വൺ ഈസ് കോൾഡ് എംപ്റ്റി ടാഗ്. HTML ടാഗിനെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം, കണ്ടെയ്നർ ടാഗ് ആൻഡ് എംപ്റ്റി ടാഗ്. അങ്ങനെയാണെങ്കിൽ എഴുതിക്കോ ടാഗ്സ് ഇൻ HTML. ടാഗ്സ് ഇൻ HTML. സബ് ഹെഡിങ് എഴുതിക്കോ ടാഗ്സ് ഇൻ HTML. ഇത് നമുക്ക് എഴുതാം. ടാഗ്സ് ആർ കമാൻഡ്സ് given to browser to display the content
of the web page, of the web page, of the web page. Tags are commands given to browser to display the content of the web page. ഇനി എഴുതാം, there are two types of tags, subheading types of tags, types of tags, types of tags. One, container tag, container tag. Second one is empty tag. രണ്ട് ടൈപ്പ് ടാഗുകളുണ്ട് HTML-നകത്ത്. ഏതൊക്കെയാണ്? വൺ ഈസ് കോൾഡ് കണ്ടെയ്നർ ടാഗ്. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് കണ്ടെയ്നർ ടാഗ്. സെക്കൻഡ് വൺ ഈസ് കോൾഡ് empty ടാഗ്. കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തോ ഒന്ന് അതിനകത്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്, എന്തോ അല്ലേ കണ്ടെയ്നർ. empty ടാഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അത് ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കുക, അതാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, സോ ലെറ്റ് us come to different types of tag. സോ എന്താണ് കണ്ടെയ്നർ ടാഗ്, എന്താണ് empty ടാഗ് എന്ന് നോക്കാം. ഒരു എക്സാമ്പിളിലൂടെ നോക്കാം, എങ്കിലേ നമുക്ക് കാര്യം മനസ്സിലാവുള്ളൂ പെട്ടെന്ന്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ ടൈറ്റിൽ ടാഗ് കണ്ടോ? ടൈറ്റിൽ ടാഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, അതിനകത്ത് ചില കണ്ടൻറ്റ് കൊടുത്തു, എന്നിട്ട് ആ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു അല്ലേ. സോ ടൈറ്റിൽ ടാഗിൻ്റെ സ്റ്റാർട്ടിംഗ് ടാഗിൻ്റെ ഒരു ഓപ്പണിംഗ് ടാഗ് ഉണ്ട്. വി കോൾ ദിസ് ഓപ്പണിംഗ് ടാഗ്. ദെൻ വി ഹാവ് എ ക്ലോസിംഗ് ടാഗ് അല്ലേ. അതുപോലെ ഹെഡ് ടാഗ് നോക്ക്, ഹെഡ് ടാഗിന് സ്റ്റാർട്ടിംഗ് ടാഗ് ഉണ്ട്, എന്നിട്ട് ആ ഹെഡ് ടാഗ് നമ്മൾ ക്ലോസ് ചെയ്തിട്ട്. ഇങ്ങനെ സ്റ്റാർട്ടിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും അല്ലെങ്കിൽ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗുള്ള ടാഗിനെയാണ് നമ്മൾ കണ്ടെയ്നർ ടാഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ടൈറ്റിൽ അത് കണ്ടെയ്നർ ടാഗാണ്, ഹെഡ് ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗുണ്ട്, ഹെഡ് ഒരു കണ്ടെയ്നർ ടാഗാണ്, ബോഡി ഈസ് എ കണ്ടെയ്നർ ടാഗ്, ബോഡിക്ക് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഉണ്ട്. സോ ബോഡി ഈസ് എ കണ്ടെയ്നർ ടാഗ്. HTML എടുക്കുകയാണെങ്കിലും യു ഹാവ് എ സ്റ്റാർട്ടിങ്, യു ഹാവ് എ എൻഡിങ്. അതുകൊണ്ട് ഈ HTML-ഉം എന്താണ്, ഒരു കണ്ടെയ്നർ ടാഗാണ്. പിന്നെ ഏതാണ് empty ടാഗ്? ഈ IMG ടാഗ് എടുത്തു നോക്ക്. IMG ടാഗ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ക്ലോസിംഗ് ടാഗ് ഉണ്ടോ? /IMG എന്ന് എവിടെയെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടോ? നമ്മൾ Ctrl+Z, നമ്മളിവിടെ എവിടെയെങ്കിലും /IMG എന്ന് പ്രയോഗിച്ചിട്ടുണ്ടോ? ഈ IMG ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല. IMG ടാഗ് അതുപോലെ അങ്ങ് യൂസ് ചെയ്തിരിക്കുക. IMG എന്ന് പറഞ്ഞിട്ട് ഏതാണോ ഇമേജ്, SRC ഇമേജിൻ്റെ പേര് പറഞ്ഞു. ഇവിടെ ക്ലോസിംഗ് ടാഗ് ഇല്ല. ഇങ്ങനെയുള്ള ടാഗിനെയാണ് നമ്മൾ എന്ത് പറയുക empty ടാഗ് എന്ന് പറയാം. സോ നമുക്ക് എക്സാമ്പിൾസ് ആയി അല്ലേ, IMG ടാഗിന് കണ്ടെയ്നർ ടാഗിന് എക്സാമ്പിൾസ് ആയി. ഇപ്പോൾ കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടെയ്നർ ടാഗ് you can write tags having opening tag and closing tag is called container tag. ഇങ്ങനെ എഴുതാം. എക്സാമ്പിൾ എന്ത് എഴുതാം? എക്സാമ്പിൾ HTML അല്ലേ, എന്നിട്ട് കുറേ സംഭവം കഴിഞ്ഞിട്ട് /HTML. ഫസ്റ്റ് എക്സാമ്പിൾ. സെക്കൻഡ് എക്സാമ്പിൾ എന്ത് എഴുതാം? ടൈറ്റിൽ /title. ബോഡി, അടുത്ത എക്സാമ്പിൾ ബോഡി /body. സോ ഇതെല്ലാം കണ്ടെയ്നർ ടാഗിന് എക്സാമ്പിൾ. ഏതൊക്കെയാണ് കണ്ടെയ്നർ ടാഗിന് എക്സാമ്പിൾ? HTML ഈസ് എ കണ്ടെയ്നർ ടാഗ്, ടൈറ്റിൽ ഈസ് എ കണ്ടെയ്നർ ടാഗ്, ബോഡി ഈസ് എ കണ്ടെയ്നർ ടാഗ്, ഹെഡ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. ഓക്കെ, ഒരു ഓപ്പണിംഗ് ടാഗ് ഉണ്ടായിരിക്കും, അതുപോലെ എന്തുണ്ടാവും? ഒരു ക്ലോസിംഗ് ടാഗ് ഉണ്ടായിരിക്കും. ഒരു ഓപ്പണിംഗ് ടാഗ് ഉണ്ടായിരിക്കും, ക്ലോസിംഗ് ടാഗ് ഉണ്ടായിരിക്കും അല്ലേ. ഒരു ഓപ്പണിംഗ് ടാഗ് ഉണ്ടായിരിക്കും, യു ഹാവ് എൻ ഓപ്പണിംഗ് ടാഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ്. ഇങ്ങനെയുള്ള ടാഗിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇത് രണ്ടുമുള്ള ടാഗിനെയാണ് നമ്മൾ എന്ത് പറയുക? കണ്ടെയ്നർ ടാഗ് എന്ന് പറയും. ഓക്കെ, നൗ ഇനി എന്താണ് empty ടാഗ് അല്ലേ? empty ടാഗ് tags having opening tag only, ബ്രാക്കറ്റ് എഴുതുക, no closing tag.
is called empty tag. ഓപ്പണിംഗ് ടാഗ് മാത്രമുള്ള ക്ലോസിംഗ് ടാഗ് ഇല്ലാത്ത ടാഗുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എംപ്റ്റി ടാഗ് എന്ന് വിളിക്കുന്നത്. എന്ത് മാത്രമേ ഉള്ളൂ? ഓപ്പണിംഗ് ടാഗേ ഉള്ളൂ. ഓപ്പണിംഗ് ടാഗ് ഉണ്ട് അല്ലേ? ഓപ്പണിംഗ് ടാഗ് ഉണ്ട്, പക്ഷേ ക്ലോസിംഗ് ടാഗ് ഇല്ല. ഇങ്ങനെയുള്ള ടാഗിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എംപ്റ്റി ടാഗ് എന്ന് പറയുന്നത്. എംപ്റ്റി ടാഗ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? എക്സാമ്പിൾ IMG, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. IMG ടാഗ്. മറ്റൊരു എക്സാമ്പിളാണ് HR എന്ന് പറയും, ഹൊറിസോണ്ടൽ ലൈൻ. ദെൻ BR എന്ന് പറയും, ബ്രേക്ക്. എന്താണെന്ന് നോക്കാം. ഇതൊക്കെ ഇനിയും കുറേ എക്സാമ്പിൾസ് നമ്മൾ പഠിക്കും. തൽക്കാലം ഇത്രയും എക്സാമ്പിൾസ് പറയാം. IMG, HR, BR തുടങ്ങിയവയ്ക്ക് എന്താണ്? എംപ്റ്റി ടാഗുകളാണ്. അപ്പോൾ ഈ HRഉം BRഉം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ പേജ് നമ്മൾ റൺ ചെയ്യുകയാണ്. എവിടെ പോകുന്നു? ബിൽഡിൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ പേജ് വന്നു. ശരിയല്ലേ? ഇനി ഞാൻ മറ്റൊരു കമാൻഡ് കൊടുക്കാമെന്ന്. എന്താണ്? HR. എന്താ കൊടുത്തിരിക്കുന്നത്? HR കമാൻഡ്. ഇനി ഇത് റൺ ചെയ്ത് നോക്കുകയാണ്. F5 അടിച്ചാൽ മതിയേ. കണ്ടോ ഇവിടെ ഒരു ലൈൻ വന്ന് കണ്ടോ? താഴെ ഒരു ലൈൻ വന്ന് കണ്ടോ? സോ ദിസ് ഇസ് ഹൊറിസോണ്ടൽ ലൈൻ. HR കമാൻഡ് ഹൊറിസോണ്ടൽ ലൈൻ. ഇവിടെ കണ്ടോ? ഇവിടെ ഒരു ക്ലോസിംഗ് ടാഗും കൊടുത്തില്ല, ജസ്റ്റ് ഓപ്പണിംഗ് ടാഗേ ഉള്ളൂ. നമ്മൾ എന്ത് കൊടുത്തില്ല? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് കൊടുത്തില്ല? നമ്മൾ /HR എന്ന് കൊടുത്തോ? ഇങ്ങനെ കൊടുത്തോ? ഇല്ല, ക്ലോസിംഗ് ടാഗ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് HR ടാഗ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ വാട്ട്? എംപ്റ്റി ടാഗ്. മറ്റൊരു എക്സാമ്പിളാണ് BR. ഉദാഹരണമായിട്ട് ഞാനിവിടെ ഇങ്ങനെ കൊടുത്തു. എന്ത്? let us learn HTML. ഇത് റൺ ചെയ്യാണ്. F5 അടിച്ചു, കീബോർഡിൽ F5 അടിച്ചു, റൺ ചെയ്തു. കണ്ടോ ഇവിടെ വെൽക്കം ടു HTML എന്ന് കഴിഞ്ഞിട്ടൊരു ലൈൻ വന്നു. അതിന് താഴെ let us learn HTML എന്നുള്ള ലൈൻ വന്നു അല്ലേ? ടെക്സ്റ്റ് വന്നു. ഇനി ഞാൻ ഇതിനിടയ്ക്ക് ഇവിടെ HRന് ശേഷം അല്ലെങ്കിൽ ഇതിന് ശേഷം ഞാൻ ഇവിടെ അടുത്തൊരു ലൈൻ എഴുതി. എന്ത് എഴുതും? let us learn HTML. It is very interesting. It is very interesting to learn. പഠിക്കാൻ നല്ല രസമുള്ള ഒരു സംഭവമാണ് HTML. ഇത്ര എഴുതി, 2 ലൈനിലായിട്ട് എഴുതിയത്. let us learn HTML ഫസ്റ്റ് ലൈന്, it is very interesting to learn എന്നുള്ള സെക്കൻഡ് ലൈൻ. ഞാൻ ഇതിനെ റൺ ചെയ്യുന്നു, F5 അടിക്കുന്നു കീബോർഡിൽ നിന്ന്. എങ്ങനെ വന്നു? let us learn HTML അല്ലേ? ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. രണ്ടും ഒറ്റ ലൈനിൽ വന്നു അല്ലേ? നമ്മളിവിടെ രണ്ട് ലൈനിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമില്ല. ഒരു കമാൻഡ് കൊടുത്താലാണ് അടുത്ത ലൈനിലാണോ അല്ലേന്ന് വെബ് പേജ് തീരുമാനിക്കുക. വെബ് പേജിന് എന്തും തീരുമാനിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു കമാൻഡ് വേണം. കമാൻഡ് ഇല്ലെങ്കിലും മൂപ്പർക്ക് കാര്യം മനസ്സിലാവില്ല. നമ്മളിവിടെ 2 ലൈനിൽ എഴുതിയത് കൊണ്ടൊന്നും ബ്രൗസറിന് മനസ്സിലാകാം. ബ്രൗസറിന് മനസ്സിലാണെങ്കിൽ നമ്മളിവിടെ ഒരു കമാൻഡ് കൊടുക്കണം. ഞാൻ കൊടുക്കുന്ന കമാൻഡ് BR, ബ്രേക്ക് എന്നുള്ള കമാൻഡ് കൊടുത്തു. ഇനി ഞാൻ റൺ ചെയ്യുന്നു, F5 അടിച്ചു. കണ്ടോ? let us learn HTML. it is very interesting to learn. അടുത്ത ലൈനിലേക്ക് വന്നു. ഇനി ഞാൻ വീണ്ടും ഇവിടെ ഒരു BR കൂടെ കൊടുത്തു. എന്ത് സംഭവിക്കും നോക്കാം? F5 കണ്ടോ? 2 ലൈൻ ബ്രേക്ക് വന്നു. ലൈൻ ബ്രേക്ക് 2 എണ്ണം വന്നു. once again if I give BR. So let us run it again. So 3 ലൈൻ ബ്രേക്ക് വന്നു, താഴെ വന്നു അല്ലേ? So BR is a command, a tag used to give line break കൊടുക്കാനുള്ള കമാൻഡാണ് BR. നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് BR ഈസ് എൻ എക്സാമ്പിൾ ഫോർ എംപ്റ്റി ടാഗ്. ഇത് ക്ലോസിങ് കൊടുത്തില്ലല്ലോ. /BR കൊടുത്തോ? ഇല്ല. ഇവിടെയും നെക്സ്റ്റ് BR കൊടുത്തിരിക്കുകയാണ്, അല്ലാതെ ക്ലോസിങ് ടാഗ് കൊടുത്തില്ല. സോ IMG tag is an example for empty tag. HR tag is an example for empty tag. അതുപോലെ BR is an example for empty tag. Okay ആണല്ലോ? So this is what empty tag. Okay, so we have 2 types of tags അല്ലേ? നമുക്ക് 2 ടൈപ്പ് ടാഗുകളുണ്ട്. ഏതൊക്കെയാണ്? container ടാഗും empty ടാഗും. We have 2 types of tag in HTML. We have container tag and empty tag. Container tag we know container tag is starting an opening tag and closing tag. Opening plus closing tag രണ്ടും ഉണ്ട് അല്ലേ? പക്ഷേ empty tag only opening tag. Done. എക്സാമ്പിൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ?
ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത് നോക്കാം. ഇനി പഠിക്കാനുള്ളത് ആട്രിബ്യൂട്ട്സ് ഓഫ് ടാഗ്സ്. ആട്രിബ്യൂട്ട്സ് ഓഫ് ടാഗ്സ് എന്താണ് ടാഗിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം എൻ്റെ നോട്ട്സ് അങ്ങ് എഴുതാം. എന്താണ് ആട്രിബ്യൂട്ട് ഓഫ് എ ടാഗ്? വി ക്യാൻ സേ attribute control Z attribute of a tag. ഒരു ടാഗിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് you can write attributes are used to provide additional properties to a tag based on the property based on the attribute browser makes changes in displaying the tag or content എന്ന് പറയും. ഇപ്പോൾ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാഗ് കൊടുക്കുമ്പോൾ അതിനൊരു മീനിങ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ബോഡി എന്ന് കൊടുത്താൽ അതിനകത്ത് കണ്ടൻ്റാണ് വരിക, IMG എന്ന് പറഞ്ഞാൽ ഇമേജാണ് വരിക അല്ലേ. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ചില ആട്രിബ്യൂട്ട്സ് കൂടെ കൊടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാവുന്നു, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. എന്താണ് ആട്രിബ്യൂട്ട്സ്? ആട്രിബ്യൂട്ട്സ് ആർ യൂസ്ഡ് ഫോർ വാട്ട്? ടു പ്രൊവൈഡ് അഡീഷണൽ പ്രോപ്പർട്ടീസ് ടു എ ടാഗ്. ഒരു ടാഗിന് അഡീഷണൽ പ്രോപ്പർട്ടി കൊടുക്കാനാണ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുക. Based on the attribute, the browser make changes in displaying the content. ആ ആട്രിബ്യൂട്ട്സിനനുസരിച്ച് ബ്രൗസർ എന്ത് ചെയ്യും? കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതിൽ മാറ്റങ്ങൾ വരുത്തും. ഇത് അതിൻ്റെ തിയറിറ്റിക്കൽ ഡിസ്ക്രിപ്ഷനാണ്, അതിൻ്റെ എന്താണെന്നുള്ള ഡിസ്ക്രിപ്ഷനാണ്. അത് പ്രാക്ടിക്കലായിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഉദാഹരണമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു IMG ഒരു ടാഗാണ്. എന്നിട്ട് പറഞ്ഞു SRC = backwaters, ഒരു ഫയലിൻ്റെ പേരാണ്, ഒരു ഇമേജിൻ്റെ പേരാണ്. backwaters.jpg. ഇവിടെ IMG is the command. This is the command. ഈ കമാൻഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആട്രിബ്യൂട്ടാണ് SRC എന്താണ് പറയുന്നത്? SRC പറയുന്നത് ഈ ഇമേജാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സോ SRC ഈസ് എൻ ആട്രിബ്യൂട്ട്. അപ്പോൾ ഈ കമാൻഡിൻ്റെ കൂടെ അഡീഷണൽ SRC കൊടുക്കൽ ഇവിടെ നിർബന്ധമാണ്. ചില സമയത്ത് ചില ആട്രിബ്യൂട്ട് കൊടുക്കൽ നിർബന്ധമില്ല. ഈ IMG ടാഗിൻ്റെ കൂടെ SRC കൊടുക്കൽ നിർബന്ധമാണ്. സോ ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻ്റ് ആട്രിബ്യൂട്ട് ഓഫ് IMG ടാഗ്. IMG ടാഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആട്രിബ്യൂട്ടാണ് SRC. ഇവിടെ SRCയിൽ എന്താണ് കൊടുക്കുന്നത്? ഏത് ഇമേജാണോ കൊടുക്കേണ്ടത് ആ ഇമേജിൻ്റെ പേര് അല്ലേ. ഏത് ഇമേജാണോ കൊടുക്കേണ്ടത് ആ ഇമേജിൻ്റെ പേരാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? IMG ടാഗിനൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, ഒന്നിലധികം ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആട്രിബ്യൂട്ടാണ് SRC. സോ SRC ഇസ് എൻ ആട്രിബ്യൂട്ട് ഓഫ് IMG ടാഗ്. പിന്നെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. എന്തായിരുന്നു? നമ്മൾ ബോഡി അല്ലേ ഇങ്ങനെ കൊടുത്തിരുന്നു. നമ്മൾ ബോഡിക്ക് കളർ മാറ്റിയില്ലേ നമ്മൾ? നോക്കാം. ബോഡി എന്നുള്ള ടാഗിനകത്ത് നമുക്ക് ആട്രിബ്യൂട്ട്, ബോഡി എന്നുള്ളതൊരു ടാഗാണ് അല്ലേ. ദിസ് ഇസ് എ ടാഗ്, വെരി ഇമ്പോർട്ടൻറ്റ് ടാഗ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടാഗാണ് ബോഡി അല്ലേ. ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, BG കളർ ഈസ് ഈക്വൽ ടു ബ്ലാക്ക് എന്ന് കൊടുക്കാം. BG കളർ ഈസ് ഈക്വൽ ടു ബ്ലാക്ക്. BG കളർ എന്നുള്ളത് ബോഡിയുടെ ഒരു ആട്രിബ്യൂട്ടാണ്. BG കളർ എന്താ പറയുന്നത്? ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആയിരിക്കണം. ഇനി ഈ പേജ് ഞാൻ റൺ ചെയ്യുന്നു, F5 അടിക്കുന്നു, കണ്ടോ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കളറായി. ഇനി ഇതിലുള്ള ടെക്സ്റ്റ് വെൽക്കം ടു HTML എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ഡിഫോൾട്ട് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റണം. അപ്പോൾ ഞാൻ മറ്റൊരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നു. ടെക്സ്റ്റിൻ്റെ കളർ, ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ഐ വിൽ സേ യെല്ലോ.
ടെക്സ്റ്റ് ഇസിക്കൽ യെല്ലോ. ഇപ്പോൾ റൺ ചെയ്യുന്നു, F5 പഠിക്കുന്നു, കണ്ടോ ടെക്സ്റ്റ് വെൽക്കം ടു HTML, ലെറ്റ് us learn HTML, ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു ലേൺ HTML, റൈറ്റ്. സോ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് സംഭവവും BG കളർ, ടെക്സ്റ്റ്, ഇത് രണ്ടും ബോഡി എന്ന ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ്. BG കളർ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. BG കളർ ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ എന്ന് കൊടുക്കാം, F5 കണ്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീനായി അല്ലേ. ഇനി ടെക്സ്റ്റിൻ്റെ കളർ എനിക്ക് റെഡ് ആക്കണം, ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ഐ സേ റെഡ്, F5 അടിച്ചു, റൺ ചെയ്തു, റെഡ് കളറായി. വിസിബിലിറ്റി കുറച്ച് കുറവുണ്ടാവും അല്ലേ. വേണമെങ്കിൽ എനിക്ക് ടെക്സ്റ്റ് കളർ വൈറ്റ് എന്ന് കൊടുക്കാം, റൺ ചെയ്യുന്നു, വൈറ്റ് കളറിൽ ഡിസ്പ്ലേ ചെയ്യുന്നു അല്ലേ. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോഡി എന്ന ടാഗിന് രണ്ട് പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട് ഉണ്ട്, BG കളർ അതുപോലെ ടെക്സ്റ്റ്. ഇത് മാത്രമൊന്നുമല്ല, ഇനിയുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ടാഗിൻ്റെയും പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്, ആട്രിബ്യൂട്ട്സ് അല്ലേ. ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ഒരു എക്സാമ്പിളാണ് IMG ടാഗിൻ്റെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടാണ് SRC. എന്നിട്ട് നമ്മളിവിടെ ഫയലിൻ്റെ പേരെന്താണോ അത് കൊടുക്കുന്നു. അതുപോലെ മറ്റൊരു ടാഗാണ് ബോഡിയുടെ പ്രധാനപ്പെട്ട രണ്ട് ആട്രിബ്യൂട്ട്സാണ്. ഒന്ന് BG കളർ ഈക്വൽ ടു, ഇവിടെ എന്താണ് കളർ, റെഡാണ് റെഡ്, ഗ്രീനാണ് ഗ്രീൻ കൊടുക്കാം. ദെൻ ടെക്സ്റ്റിൻ്റെ കളർ, ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു എന്ത് കളറാണോ വേണ്ടത് അത് കൊടുക്കാം അല്ലേ. ശ്രദ്ധിക്കുക, നമുക്ക് HTML ടൈപ്പ് ചെയ്യുമ്പോൾ കേസ് സെൻസിറ്റീവ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് നമുക്ക് വേണമെങ്കിൽ ഇമേജ് IMG എന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം അല്ലേ, IMG എന്നിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് IMG വേണമെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം, സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി മിക്സായിട്ട് ടൈപ്പ് ചെയ്യാം, I ക്യാപിറ്റൽ ബാക്കിയൊക്കെ സ്മോൾ. ഇതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഇതിനകത്ത് HTML-നകത്ത് ഒരു പ്രശ്നവുമില്ല. ടാഗുകൾ കേസ് സെൻസിറ്റീവ് അല്ല, പക്ഷേ ഫയലിൻ്റെ പേര് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ കൊടുക്കുന്നതാണ് നല്ലത്. ടാഗുകൾ കേസ് സെൻസിറ്റീവ് അല്ല, ആട്രിബ്യൂട്ട്സ് കേസ് സെൻസിറ്റീവ് അല്ല. ഓക്കെ, പക്ഷേ വാല്യൂസ് ഒരു പക്ഷേ കേസ് സെൻസിറ്റീവ് ആവാം. ചില കേസിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചില കേസിൽ, എല്ലായ്പ്പോഴും അല്ല. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് ടാഗ്, എന്താണ് ആട്രിബ്യൂട്ട്. ടാഗിന് എന്താ പറഞ്ഞിരിക്കുന്നത്, ടാഗുകൾക്ക് എന്തുണ്ടാവാം, അഡീഷണലായിട്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവാം. ഈ ആട്രിബ്യൂട്ട്സിനനുസരിച്ച് അതിൻ്റെ സ്വഭാവം മാറും. ഈ ആട്രിബ്യൂട്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ബോഡി എന്ന ടാഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടാണ് BG കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ. ഈ വാല്യൂ നമുക്ക് പലതും കൊടുക്കാം. റെഡ് കൊടുക്കാം അല്ലേ, അപ്പോൾ റെഡ് ബാക്ക്ഗ്രൗണ്ട് വരും. ഗ്രീൻ കൊടുക്കാം, അപ്പോൾ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് വരും. യെല്ലോ കൊടുക്കാം, യെല്ലോ ബാക്ക്ഗ്രൗണ്ട് വരും, റൈറ്റ്. സോ എവറി ടാഗ്, മോസ്റ്റ് ഓഫ് ദ ടാഗ് ഹാസ് ആട്രിബ്യൂട്ട്സിനനുസരിച്ച് അതിൻ്റെ അത് ഡിസ്പ്ലേ ചെയ്യുന്ന സ്റ്റൈൽ ചേഞ്ച് ചെയ്യും. ഓക്കെ ആണല്ലോ. സോ നമുക്ക് എന്ത് മനസ്സിലായി, ടാഗുകൾ ഉണ്ടെന്ന് മനസ്സിലായി. സോ ദിസ് ഇസ് ടാഗ്, HTML ഈസ് എ ടാഗ്, ഹെഡ് ഈസ് എ ടാഗ്, ടൈറ്റിൽ ഈസ് എ ടാഗ്, ഹിയർ ബോഡി ഈസ് എ ടാഗ്. ഈ ബോഡി ടാഗിന് നമ്മൾ രണ്ട് ആട്രിബ്യൂട്ട് കൊടുത്തു, BG കളർ ഈസ് ഈക്വൽ ടു ഗ്രീൻ, മറ്റൊരു ആട്രിബ്യൂട്ടാണ് ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു വൈറ്റ്. IMG എന്നൊരു ടാഗ് ഉണ്ട്, ആ ടാഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടാണ് SRC. അവിടെ നമ്മൾ എന്ത് കൊടുത്തു, ഇങ്ങനെ കൊടുത്തു അല്ലേ. ഈ BRHRൻ്റെ ഒന്നും ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ നൗ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു, എന്താണ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി മറ്റൊരു ടേമാണ് HTML ഉപയോഗിക്കുന്ന മറ്റൊരു ടേമാണ് എലമെൻറ്റ്. എന്താണ് എലമെൻറ്റ്? HTML എലമെൻറ്റ്. എന്താണ് HTML എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഓപ്പണിംഗ് ടാഗിനും ക്ലോസിംഗ് ടാഗിനും അകത്ത് കൊടുക്കുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ HTML എലമെൻറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു, ടൈറ്റിൽ മൈ പേജ് /title. സോ ദിസ് ഇസ് എൻ HTML എലമെൻറ്റ്. ഇതൊരു HTML എലമെൻ്റ് ആണ്. ദിസ് ഇസ് എൻ HTML എലമെൻറ്റ് അല്ലേ. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു HTML എലമെൻറ്റ് നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഹെഡ് അല്ലേ. ഹെഡിനകത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു, ടൈറ്റിൽ കൊടുക്കുന്നു, ടൈറ്റിൽ. എന്നിട്ട് ഇവിടെ എന്താണോ ടൈറ്റിൽ അത് കൊടുക്കുന്നു, /title. എന്നിട്ട് ഇവിടെ /head. സോ ഇവിടെ നമുക്ക് എന്ത് പറയാം,
ഇത് ഹെഡ് എന്നുള്ളത് ഒരു എലമെൻ്റാണ്. ഒരു സ്ലാഷ് ഹെഡിനും സ്ലാഷ് ഹെഡിനും ഇടയ്ക്ക് കൊടുക്കുന്ന, കണ്ടോ, ഒരു ഓപ്പണിംഗ് ടാഗിനും ക്ലോസിംഗ് ടാഗിനും ഇടയ്ക്ക് കൊടുക്കുന്ന കംപ്ലീറ്റ് ഇൻഫർമേഷനെയാണ് നമ്മളെന്ത് പറയുന്നത്, HTML എലമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് വെബ് പേജ് എടുക്കുകയാണെങ്കിൽ ഇത് മൊത്തം ഒരൊറ്റ എലമെൻറ്റാണ് അല്ലേ. HTML സ്റ്റാർട്ട്, HTML ക്ലോസ്, HTML അല്ലേ, /HTML. ഇതിനകത്താണ് ഈ മൊത്തം സംഭവം കൊടുത്തിരിക്കുന്നത്. ഈ മൊത്തം സംഭവം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ HTML തന്നെ എന്താണ്, ഇത് മൊത്തം എന്താണ്, സിംഗിൾ എലമെൻ്റായിട്ട് പറയാം. സിംഗിൾ എലമെൻറ്റ്. അതിനകത്ത് വീണ്ടും കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് ഈ HTML ഒരു എലമെൻ്റായിട്ട് പറയാം, ഹെഡ് ഒരു എലമെൻ്റായിട്ട് പറയാം. അതേപോലെ ടൈറ്റിൽ മാത്രം ഒരു എലമെൻ്റായിട്ട് പറയാം, ബോഡി ഒരു എലമെൻ്റായിട്ട് പറയാം. ശരിയല്ലേ? ഓക്കെ. സോ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ടാഗിനും ക്ലോസിംഗ് ടാഗിനകത്തും കൊടുക്കുന്ന ഡേറ്റയ്ക്കകത്ത് ആണ് നമ്മളെന്ത് പറയുന്നത്, എലമെൻറ്റ്, HTML എലമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വലിയ സംഭവമൊന്നുമില്ല, അങ്ങനെ ഒരു ഹെഡിങ് ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ. സോ ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ എ പെയർ ഓഫ് ടാഗ്സ് ആൻഡ് കണ്ടൻറ്റ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദീസ് ടാഗ്സ് ആർ നോൺ ആസ് എലമെൻറ്റ്. യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. എ പെയർ ഓഫ് ടാഗ്സ് ആൻഡ് ദ കോണ്ടൻറ്റ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദീസ് ടാഗ്സ് ആർ നോൺ ആസ്, അല്ലെങ്കിൽ ഈസ് നോൺ ആസ് എലമെൻറ്റ്. ഉദാഹരണമായിട്ട് ടൈറ്റിൽ, കൺട്രോൾ Z, ടൈറ്റിൽ, മൈ പേജ് /title. ഓക്കെ. സോ കാണുന്നില്ലെങ്കിൽ ഐ ചേഞ്ച് ദ കളർ. എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് എഴുതാം, എലമെൻറ്റിന് എക്സാമ്പിൾ എന്ത് എഴുതാം, സേ ടൈറ്റിൽ my page /title. Okay, so this is an element. This is an example for an element. This is an example for an element. Okay, fine, done. So this is what HTML element. ആ കേസ് അങ്ങനെ നോക്കുമ്പം ഒരു HTML മൊത്തം സംഭവം എന്താണ്, മൊത്തം സംഭവം, 1 second, ഇവിടെ നിന്ന് പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. സോ HTML മൊത്തം സംഭവം എന്താണ്, ദിസ് ഇസ് എൻ എലമെൻറ്റ്, യു ക്യാൻ സേ ദിസ് ഇസ് എൻ എലമെൻറ്റ്, ദിസ് ഇസ് എൻ എലമെൻറ്റ്, ദിസ് ഇസ് എൻ എലമെൻറ്റ്, റൈറ്റ്. സ്റ്റാർട്ടിംഗ് ടാഗിനും ക്ലോസിംഗ് ടാഗിനും ഇടയ്ക്ക് കൊടുക്കുന്ന, പെയർ ഓഫ് സ്റ്റാർട്ടിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗിനകത്ത് കൊടുക്കുന്ന ഇൻഫർമേഷനെ വി കോൾ വാട്ട് എലമെൻറ്റ് ഓഫ് HTML. നൗ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രിയേറ്റിംഗ് HTML ഡോക്യുമെൻറ്റ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് HTML ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റിംഗ് HTML ഡോക്യുമെൻറ്റ് എങ്ങനെയാണ് HTML ക്രിയേറ്റ് ചെയ്യാം, ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. We can say HTML document can be created using any text editors. Text editors like Genie, Gedit, TextPad, Notepad, Notepad++, ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്തുണ്ടാക്കാം, ഈ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാം, എന്ത് ക്രിയേറ്റ് ചെയ്യാം, HTML പേജ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ പറഞ്ഞ് സേവ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ദ ഫയൽ എക്സ്റ്റൻഷൻ ടു ബി യൂസ്ഡ് വിത്ത് നെയിം ഓഫ് HTML വിത്ത് നെയിം വിത്ത് ദ ഫയൽ ഈസ് ടു ബി സേവ്ഡ് വിത്ത് നെയിം വിത്ത് എക്സ്റ്റൻഷൻ .html ഓർ .htm. ഫയൽ സേവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം, എക്സ്റ്റൻഷൻ .htm ഒരു, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഈ പിന്നെ എഡിറ്റേഴ്സിൻ്റെ പേരൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ, ഇതൊന്ന് എഴുതി വെക്കുക. HTML എഡിറ്റേഴ്സിന് എക്സാമ്പിൾസ് ആയിട്ട് എഴുതാം. എന്തെഴുതാം, ജീനി, Gedit, TextPad, Notepad, Notepad++. ഒരു പക്ഷേ എക്സാമിന് ചോദിക്കും എക്സാമ്പിൾസ് ഫോർ HTML editors. So you can write Genie, Gedit, TextPad, Notepad, Notepad++. പിന്നെ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ എഴുതാം കേട്ടോ, ഇത് മാത്രമൊന്നുമല്ലേ. Now നമ്മൾ ഡിസ്കസ് ചെയ്തു വ്യൂയിങ് HTML ഡോക്യുമെൻ്റ് ഇൻ ബ്രൗസറിലാണ് HTML ഡോക്യുമെൻ്റ് ഡിസ്പ്ലേ ചെയ്യുക. ബ്രൗസറിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയാമല്ലോ, എഴുതിക്കുക. എക്സാമ്പിൾസ് ഫോർ ബ്രൗസേഴ്സ് Mozilla Firefox, Google Chrome, Internet Explorer, Netscape Navigator, etc. Mozilla Firefox, Google Chrome, Internet Explorer, Netscape Navigator, ഇതെല്ലാം ബ്രൗസറിന് എക്സാമ്പിൾസ് ആണ്.
ഓക്കെ, ഈ സെഷൻ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കണ്ടുമുട്ടാം. അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് HTML ടാഗ്സിനെ വിശദമായിട്ട് പരിചയപ്പെടുകയാണ്. ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. HTMLൻ്റെ സ്റ്റാർട്ടിംഗ് സെഷനായിരുന്നു. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിനകത്ത് ഉത്തരം കൃത്യമായിട്ട് നൽകാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു വെരി മച്ച് ഫോർ ഹിയറിംഗ്. താങ്ക്സ് ടു യു ആൾ.